ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ഹാഫ് kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഓവൻ ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഈ കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ കഴിയും. അതിനായി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1/2 കപ്പ് മൈദ ഇടാം. ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയ ശേഷം 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നന്നായി അരിച്ചെടുക്കാം. അതിനുശേഷം ഇത് ഒരു സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ചുവട് കട്ടിയുള്ള ഒരു അലൂമിനിയം പാത്രം അടച്ച് പ്രീഹീറ്റ് ചെയ്യാനായി വയ്ക്കാം. ലോ ഫ്ലെയിമിലാണ് പ്രീഹീറ്റ് ചെയ്യേണ്ടത്. നല്ല ക്ലീനായ ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 മുട്ട, 1/2 ടീസ്പൂൺ വാനില എസൻസ് എന്നിവ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. പഞ്ചസാരയെല്ലാം ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്ത ശേഷം 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഈ ബാറ്റർ ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റാം. 6 ഇഞ്ചിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ടിന്നിനടിയിൽ ഓയിൽ ഗ്രീസ് ചെയ്ത ശേഷം ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി ടാപ്പ് ചെയ്ത ശേഷം ബേക്ക് ചെയ്യാനായി വയ്ക്കാം. നേരത്തെ പ്രീഹീറ്റ് ചെയ്യാനായി വെച്ചിരിക്കുന്ന അലൂമിനിയം പാത്രത്തിനുള്ളിലേക്ക് വെച്ച് അടച്ച് 25 to 30 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട്. കേക്ക് നന്നായി തണുത്തതിന് ശേഷം 3 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്യാം. ഒരു കേക്ക് ബോർഡ് എടുത്ത് അതിന് മുകളിൽ കുറച്ച് ക്രീം സ്പ്രെഡ് ചെയ്ത ശേഷം ഫസ്റ്റ് ലെയർ കേക്ക് വയ്ക്കാം. ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത ശേഷം ക്രീം സ്പ്രെഡ് ചെയ്യാം. ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് ഇതിന് മുകളിലും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത ശേഷം ക്രീം സ്പ്രെഡ് ചെയ്യാം. ഇതിലും ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് ലെയർ കേക്കും വെച്ച് ഇതിന് മുകളിലും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കേക്കിനെ ക്രം കോട്ട് ചെയ്തെടുക്കാം. ക്രം കോട്ട് ചെയ്ത ശേഷം കേക്ക് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. 15 മിനിറ്റ് കഴിയുമ്പോൾ കേക്കിൻ്റെ മുകളിലും സൈഡിലുമൊക്കെ നന്നായി ക്രീം അപ്ലൈ ചെയ്യുക.
കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് കേക്കിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ വെച്ച് കൊടുക്കാം. കേക്കിന് മുകളിൽ സൈഡിലായി ഇതുപോലെ ഒരു ഡിസൈൻ കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കിന് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.